ഇടുക്കി കാർഷിക മേഖലയാണ് ഇടുക്കി ജില്ല മുഴുവനും. അവിടുത്തെ ഉൽപ്പന്നങ്ങളും നമുക്കറിയാം. ഓരോ വർഷവും ഗ്രീൻ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. കാഡ്സിൻ്റെ നേതൃത്വത്തിലാണ് നടക്കാറുള്ളത്. തൊടുപുഴയിൽ സംഘടിപ്പിക്കുന്ന ഈ മേള ഈ വർഷം അല്പം മഴക്കൂടൽ കൊണ്ട് നിറം മങ്ങിയോ എന്ന സംശയമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക. 7 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വിലയിനം വാഴപ്പഴങ്ങൾ ഇവിടെ പ്രദർശനത്തിന് വച്ചിട്ടുണ്ട്. 640 എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. വിവിധ ഇനത്തിൽപ്പെട്ട 640 സ്പീഷീസുകളിലായി ഇവിടെ പ്രദർശനം ഒരുക്കിയിരിക്കുന്നു. ഇത് വിപണനത്തിനുള്ളതല്ല, ഔഷധ ഗുണമുള്ളതും മറ്റാവശ്യങ്ങൾക്കുമുള്ളതാണ്. ഒരിക്കലും ഇതൊരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല. പക്ഷേ അന്യം നിന്ന് പോകുന്ന നമ്മുടെ ധാരാളം പേരെന്നെ എൻ്റെ പേര് അഭിനീഷനാണ്. സ്ഥലം തിരുവനന്തപുരത്താണ്. പാറശാല, കേരളത്തിൽ തെക്കേയറ്റത്താണ്. നിലവിൽ ഞങ്ങളുടെ ഏതാണ്ട് 602 ഇനത്തോളം ഇനം വാഴയുടെ കൃഷിയുണ്ട്. അതിൽ ഏതാണ്ട് 111ഓളം ഇനം വാഴകളുണ്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് അതിൽ GI ടാഗ് ഉൾപ്പെടെയുള്ളത് ഇന്ത്യയിലല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളുള്ള വാഴ ഓൾമോസ്റ്റ് 7 ഭൂഖണ്ഡങ്ങളിലെയും വാഴകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ളൊരു 7-8 ഇനങ്ങളുണ്ട്. ഇതുപോലത്തെ വാഴകൾ അല്ലെങ്കിൽ 1000 പഴങ്ങളുണ്ടാകുന്ന 1000 കപ്പോലുള്ള വാഴകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് GI ടാഗ് കിട്ടിയ പഴമാണ്. മട്ടി എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയാണ്. ഓപ്പോസിറ്റിക്ക പദവിയുള്ള വാഴയാണ്. ഇങ്ങനെ സ്പെസിഫിക്കലി വെറൈറ്റികളായിട്ട് 130 ഇനങ്ങൾ പിന്നെ ഞങ്ങളിത് നോർമലി ഈ കൃഷി ഓർഗാനിക് മാത്രമേ ചെയ്യാറുള്ളൂ. അതായത് നമുക്ക് ഒന്നാമത്തെ കാര്യം ലോക്കൽ മാർക്കറ്റ് അവൈലബിൾ അല്ലാത്ത വിൽക്കാൻ പറ്റില്ല. ഞാനൊരു കൂടുതൽ വളഞ്ഞിട്ട് വലിയൊരു മുഴ ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമില്ല. രാസവളം ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രാക്ടിക്കലി പോസിബിലിറ്റി ഇല്ല. അപ്പോൾ എന്താണോ നാച്ചുറലി കിട്ടുന്നത് നമുക്ക് മാത്രം ഉപയോഗിക്കാറുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ സപ്പോർട്ടീവായിട്ട് എന്തിരി കൊടുക്കേണ്ടി ഈ കൃഷി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരേ സമയത്ത് കൊല വെട്ടുകയും കൊല കിട്ടുകയും ചെയ്യുന്ന കൊല വെച്ചാൽ 15 മാസത്തിൽ കൊല വെട്ടാൻ 12 മാസത്തിലല്ല. അങ്ങനെയാണ് എനിക്ക് വളങ്ങൾ കോമണായിട്ട് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല 3 വർഷത്താക്കിയ വാഴയാണ്. നമുക്ക് ഈ വളം ഒരുമിച്ച് ചെയ്യുന്നത് കല്ലുവാഴ അപ്പോൾ ഒരു വളർച്ചയാണെങ്കിൽ കോമൺലി ചെയ്യുന്നത് വേണം. എല്ലാ വാഴയും ഒരേ സമയത്ത് കൊലയ്ക്കുകയും ഒരേ സമയത്ത് കൊല വെട്ടുകയും ചെയ്യുന്ന രീതിയിലാണ് പലതും പല രീതിയിലാകുമ്പോഴത്തേക്കും വളർച്ച പല രീതിയിലല്ല. ഒരിക്കലും വളങ്ങൾ കോമണായിട്ട് നടക്കില്ല. ഓരോ വാഴയും പ്രത്യേകിച്ചുള്ള പരിചരണം തന്നെ നടക്കും. കാരണം വളം തന്നെ അതിനെ കുറെ ഇത് വ്യത്യാസം. കാരണം മലേഷ്യൻ വാഴയ്ക്ക് വേണ്ട പരിചരണമായിരിക്കും കേരളത്തിലെ വാഴകൾ. മൈനൊരു വ്യത്യാസം എല്ലാ വാഴകളും ഉണ്ടാകും. ഇരിക്കുന്ന എല്ലാ വാഴയും പല സമയത്താണ്.
പ്രശ്നം നമ്മൾ ഇരിക്കുന്ന ഭാഗം നശിച്ചു പോകാനുള്ള ഏക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ മേൽക്കോലോ ഇട്ടാൽ നമ്മൾ കണ്ണു നിന്നാണ് വാഴ സ്ട്രോങ് ആയിരിക്കും. കണ്ണ് ഇളക്കുന്നതനുസരിച്ച് ആ വാഴ ലീക്കാവും. നമ്മുടെ നാട്ടിൽ മരങ്ങളിൽ കാണുന്ന പല വർഗ്ഗങ്ങളും ഇവിടെ കണ്ടുവന്ന് വരാം. പക്ഷേ അതിനോട് സാദൃശ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വിവിധ ഇനങ്ങളിൽപ്പെട്ടവയാണ് അവയൊക്കെ. ആനയ്ക്ക് കൊടുക്കുന്ന പഴം മുതൽ സാധാരണക്കാർ കഴിക്കുന്ന പഴം വരെയുണ്ട്. അതുപോലെ തന്നെ അലങ്കാരത്തിന് വേണ്ടി നട്ടു വളർത്തുന്ന വാഴയുണ്ട്, അവയുടെ വാഴപ്പഴങ്ങളുമുണ്ട്. ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഔഷധ ഗുണമുള്ളത് അല്ലാത്തതുണ്ട്. അരിവാൾ ഏത്ത എന്ന് പറയുന്ന ഇതാ പൂവൻ വാഴ നമ്മുടെ നാട്ടിലുണ്ട്. ചുമന്ന പൂവനുണ്ട്, വെള്ളപ്പൂവനുണ്ട്, അതുപോലെ മഞ്ഞ നിറത്തിലുള്ളതുണ്ട്. ആകർഷകമായ രീതിയിൽ ഇവ അടുക്കി വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇവയ്ക്ക് കൃത്രിമ വളങ്ങളൊന്നും തന്നെ കൊടുക്കുന്നില്ല. നല്ല രീതിയിൽ അത് വളർത്തിയെടുത്താണ് ഇവിടെ അത് കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത്. വിപണന മൂല്യം കണക്കാക്കിയല്ല ഇത് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ വിപണന സാധ്യതയും കണക്കിലെടുക്കുന്നില്ല. പക്ഷേ അപൂർവമായിട്ടുള്ള ഇത്തരം ഇനങ്ങളെ ആളുകൾക്ക് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഏത്തക്കുല തന്നെ ധാരാളം ഇനങ്ങളുണ്ട്. 10-12 ഇനത്തിൽപ്പെട്ട ഏത്തക്കുലകളുണ്ട്. അതുപോലെ തന്നെ കദളിക്കുലകൾ, അതുപോലെ ചിങ്ങൻ, പൂവൻ, ധാരാളം ഇനത്തിൽപ്പെട്ടവയുണ്ട്. കരിങ്കദളി, കാളി, പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന പല ഇനങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. ചാരപ്പൂവനുണ്ട്, അല്ലാത്തതുണ്ട്. ചെങ്കദളിയുണ്ട്, കരിങ്കദളിയുണ്ട്, പാളയം തോടുണ്ട്, അതുപോലെ തന്നെ ചുണ്ടില്ലാനും മറ്റ് വിഭാഗത്തിൽപ്പെട്ട ഇതും ഉണ്ട്. വലിയ കുലകൾ, വലിയ പഴമുള്ളത്, ചെറുത്, വിരൽ പോലെ വണ്ണം കുറഞ്ഞ തീരെ ചെറുതായിട്ടുള്ള വാഴക്കുലകളെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കുലയിൽ തന്നെ ധാരാളം കൂമ്പുകളുള്ള, അല്ലെങ്കിൽ അവയുടേത് കൂമ്പ് വന്ന് വിരിഞ്ഞിരിക്കുന്നത് കാണാം. 5-6 എണ്ണം ഒരു കൂമ്പിൽ തന്നെ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അലങ്കാരത്തിന് വേണ്ടി വളർത്തുന്നതാണ് എന്ന് ആണ് പറയുന്നത്. ഇതാണെങ്കിലും വേണ്ടില്ല, ഇത് ഒരു പടലയിൽ നിറച്ച് കായാണ്. പക്ഷേ അതെല്ലാം ഇരട്ടയാണ്. ഇരട്ട എന്ന് പറഞ്ഞാൽ ഒറ്റ ഇതായിട്ട് ആണ്, ഒരു പഴമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. വളരെയേറെ നീളത്തിൽ, ഒരാളിനേക്കാൾ നീളത്തിലുള്ള ചുണ്ടോട് കൂടിയ കുലകൾ നമുക്ക് കാണാൻ പറ്റും. വളരെയേറെ ആകർഷകമാണ്. അതുപോലെ 15-16 മാസം വളർത്തിയാൽ മാത്രമേ ചില വാഴകൾ കുലയ്ക്കുകയുള്ളൂ. പക്ഷേ സാധാരണ നിലയിൽ കുലയ്ക്കുന്ന വാഴകളുമുണ്ട്. അപ്പോൾ ഇവരുടെ വിപണന മൂല്യമല്ല ഇവർ കണക്കാക്കിയിരിക്കുന്നത്. കദളി വാഴ, പൂവൻ വാഴ, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ചാര നിറത്തിലുള്ള പൂവൻ തന്നെ വളരെയേറെ എണ്ണം, വളരെയേറെ വലിപ്പമുള്ളത് ഒക്കെ കണ്ടു. ആനയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആനപ്പഴം, ആനയ്ക്ക് വേണ്ടി